അരവിന്ദിൻ്റെ ഒരു ട്രസ്റ്റ് സൈലം IASന് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഒരു ഡൽഹി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി സൈലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പതുക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഞാൻ നടന്നു ആക്ച്വലി. അപ്പോൾ ചെയർ എന്നെ പിടിച്ചിരുത്തി. നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രീമിയം സർവീസ് എന്ന് പറയുന്ന IASനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് IPS മതി എനിക്ക് എന്ന് തോന്നാനുണ്ടായ സാഹചര്യം എന്താണ്? എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കണം, ഒരു ദിവസം പോലും നോർമൽ ആവരുത് എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു അഡ്വഞ്ചർ ആഗ്രഹിച്ചിരുന്നു എല്ലാ ദിവസവും. സോ IPS ഐ തിങ്ക് ഇസ് ദ ഫസ്റ്റ് ചോയ്സ്. നമസ്കാരം, എല്ലാവർക്കും സൈലം IASലേക്ക് സ്വാഗതം. സൈലം IASനെ സംബന്ധിച്ച് വീണ്ടും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ. 2025 UPSC സിവിൽ സർവീസസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 248-ാം റാങ്ക് കരസ്ഥമാക്കിയ അരവിന്ദ് ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഭാവികമായിട്ടും അരവിന്ദിൻ്റെ ഒരു UPSC ജേർണി എങ്ങനെയായിരുന്നു, അരവിന്ദിൻ്റെ സൈലം IASുമായിട്ടുള്ള അസോസിയേഷൻ എങ്ങനെയായിരുന്നു, അരവിന്ദിൻ്റെ എക്സാം സ്ട്രാറ്റജി എന്തെല്ലാമായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂ സെഷനിൽ ഡിസ്കസ് ചെയ്യുക. സോ വെൽക്കം അരവിന്ദ്. അരവിന്ദിൻ്റെ ഒരു UPSC ജേർണി ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. കാര്യം UPSC എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ്. എന്നാൽ മറ്റു ചിലർ അവരുടെ ഒരു ഗ്രാജുവേഷന് ശേഷം വളരെ സീരിയസ് ആയതിനു ശേഷം, ലൈഫിനെ സംബന്ധിച്ച് സീരിയസ് ആയൊരു തോട്ട് പ്രോസസ്സ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം വന്നെത്തുന്ന ഒരു സ്വപ്നമാണ് UPSC എന്ന് പറയുന്നത്. അരവിന്ദിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു സിവിൽ സർവീസസ്? ആക്ച്വലി എനിക്ക് സ്കൂൾ സമയങ്ങളിൽ അങ്ങനെ ഒരു UPSC എന്നോ അങ്ങനെയൊന്നുമില്ല. പല സ്വപ്നങ്ങൾ പല സമയത്തും വന്നിരുന്നു. ഒരിടയ്ക്ക് എനിക്ക് ആർമിയിൽ വലിയ താല്പര്യമായിരുന്നു. പിന്നീട് IIT കയറണം എന്നുള്ളൊരു ആഗ്രഹം വളരെയധികം ഉണ്ടായിരുന്നു. IIT പറഞ്ഞു വരണ്ടാന്ന്. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കരിയറിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെ ഒരു കോവിഡ് ഒരു വീട്ടിലിരിക്കുന്ന സമയത്താണ് സീരിയസ് ആയിട്ട് എനിക്കിങ്ങനെ ഒരു സ്വപ്നം വരുന്നത്, സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം. ഇപ്പോൾ പണ്ടത്തെ ആർമി ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് യൂണിഫോമിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ IPS എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് പിന്നീട് മൂവ് ചെയ്തത്. ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് കോളേജ് ഒരു ഫൈനൽ ഇയർ ആ ഒരു സമയത്താണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ പ്രിപ്പറേഷൻ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു, മോസ്റ്റ്ലി ഓഫ് ആയിരുന്നു. പിന്നീട് ഞാൻ വർക്ക് ചെയ്യാൻ കയറി ബാംഗ്ലൂർ ഒരു IT കമ്പനിയിലായിരുന്നു. അതിൻ്റെ കൂടെയും എനിക്ക് പ്രിപ്പറേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. എഗെയിൻ വീണ്ടും ഒരു ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റിലായിരുന്നു. പിന്നീട് ഞാൻ വർക്ക് റിസൈൻ ചെയ്ത് ഞാൻ 2023 ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. 2023 ഒരു അറ്റംപ്റ്റ് കൊടുത്തു, പ്രിലിംസ് ക്ലിയർ ആയില്ല ആസ് എക്സ്പെക്റ്റഡ്. 2024 ഞാൻ മെയിൻസ് ചെയ്തിരുന്നു, മെയിൻസ് ക്ലിയർ ആയില്ല. അഗെയിൻ 2025 വന്നപ്പോൾ അത് ഓൾ ദ വേ ത്രൂ റാങ്ക് 248 കിട്ടി. ഓക്കെ, താങ്ക് യു. അരവിന്ദിൻ്റെ ഒരു ഇപ്പോൾ അരവിന്ദ് ഓൾറെഡി പറഞ്ഞു IPS ആണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ളതെന്ന്. ഇപ്പം ഏതൊരു UPSC ആസ്പിറൻറ്റിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി മലയാളികളിൽ UPSC ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ ദ കിങ്ങിലെ ജോസഫ് അലക്സിനെ കാണുന്നു, അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ ദുൽഖർ സൽമാൻ വളരെ പെട്ടെന്ന് IPS എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ സിനിമ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ UPSC ആസ്പിറൻറ്റിൻ്റെ ഇടയിലുണ്ട്. അത്തരത്തിൽ സിനിമകൾ അരവിന്ദിൻ്റെ ലൈഫിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഈ പോലീസ് യൂണിഫോം പോസ്റ്റിലേക്ക് ഒരു സ്വപ്നമായിട്ട് കാണാൻ? സിനിമ ആക്ച്വലി യെസ്, സിനിമ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പണ്ടത്തെ കമ്മീഷണറും ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിരുന്നു. അഗെയിൻ എനിക്ക് കുറച്ച് പ്രായമായി പിന്നെയാണ് ഞാൻ ഈ പോലീസ് എന്നുള്ള ഇതിലേക്ക് വന്നത്, കോളേജിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ കമ്മീഷണറിൽ കാണിക്കുന്ന പോലീസിങ് അല്ല ആക്ച്വൽ പോലീസിങ് എന്ന് എനിക്കുള്ള ബോധം ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് ഞാൻ ഇൻസ്പിറേഷൻ കണ്ടെത്തിയിരുന്നത് ആക്ച്വലി റിയൽ ലൈഫ് ഹീറോസിനോടാണ്. ഉദാഹരണത്തിന് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എൻ്റെ വലിയൊരു ഹീറോ ആയിരുന്നു. പിന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, അദ്ദേഹം എനിക്ക് വളരെയധികം ഒരു റോൾ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇൻസ്പിറേഷനായിരുന്നു ഞാൻ കൂടുതൽ നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെയാണ് ലൈക്ക് IPS എന്നുള്ള ഒരു ഡ്രീം സ്റ്റാർട്ട് ചെയ്യുന്നത്. അരവിന്ദ്, ഈ സാധാരണ ഇപ്പോൾ ഒരു 90% UPSC ആസ്പിറൻസും അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, പിന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതിന് ശേഷമായിരിക്കും IPSലേക്ക് വരിക. അപ്പം അരവിന്ദിനെ സംബന്ധിച്ച് വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു 10% ആസ്പിറൻസിൽ മാത്രം യുണീക്കായി നിൽക്കുന്നൊരു കാര്യമാണ് IPS ഫസ്റ്റ് പ്രയോറിറ്റി ആക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രീമിയം സർവീസ് എന്ന് പറയുന്ന IASനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് IPS മതി എനിക്ക് എന്ന് തോന്നാനുണ്ടായ സാഹചര്യം എന്താണ്? അതന്നെ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം എന്നുള്ളത് വളരെയധികം ആഗ്രഹമുള്ളതും ഒന്നായിരുന്നു.
പിന്നെ ലൈക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കണം, ഒരു ദിവസം പോലും നോർമൽ ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അഡ്വഞ്ചർ ആഗ്രഹിച്ചിരുന്നു എല്ലാ ദിവസവും. സോ IPS ഐ തിങ്ക് ഇസ് ദ ഫസ്റ്റ് ചോയ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ IPS ഫസ്റ്റ് കൊടുത്തു. ഓക്കെ ഫൈൻ. അരവിന്ദിൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, ഇപ്പോൾ നേരത്തെ അരവിന്ദിനോട് സംസാരിച്ചപ്പോൾ അരവിന്ദ് പറയുമായിരുന്നു ഇൻ്റർവ്യൂ ദിവസം അത്ര സുഖകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നില്ല. തലേ ദിവസം കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിച്ചിട്ടില്ല, രാവിലെ ആണെങ്കിലും കുറേ അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്നു, അങ്ങനെ ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല എന്ന് അരവിന്ദ് പറഞ്ഞു. എന്നിട്ടും അരവിന്ദിൻ്റെ മാർക്ക്, ഇൻ്റർവ്യൂവിൻ്റെ സ്കോർ ഓൾമോസ്റ്റ് 190 ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടോട്ടലി ഓവറോൾ UPSC ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അരവിന്ദിൻ്റെ ഒരു ടോട്ടലി വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരുന്നു, ടോട്ടലി ഒരു ഫൺ മോഡിൽ പോയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതെ. ഈ ഫണ്ണി ആക്കുന്നതിലൂടെ UPSC എന്താണ് ഒരു ആസ്പിറൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ആക്ച്വലി ആ ഒരു ടേം തന്നെ തെറ്റാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇൻ്റർവ്യൂ അത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതെ അതെ, നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ശരിക്കും അവിടെ അസസ് ചെയ്യുന്നത്. എൻ്റെ കേസിൽ പല എൻ്റെ ഫ്രണ്ട്സിനോടും ഫാക്ച്വലായിട്ട് തന്നെയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് വ്യക്തമായിട്ടും മനസ്സിലായി എൻ്റെ പേഴ്സണാലിറ്റി തന്നെയാണ് അവർ നോക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ വളരെയധികം പേഴ്സണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നോട് ചോദിച്ചിരുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും ബുള്ളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണൽ നമ്മുടെ ലൈഫിൽ നടന്ന എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കോമഡി പറയാനുള്ള അവസരങ്ങൾ, അങ്ങനത്തെ ഒരു മൂഡിലാണ് ഞാൻ ഇൻ്റർവ്യൂ പോയത്. സോ അഗെയിൻ ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അരവിന്ദിൻ്റെ ആക്ച്വൽ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അരവിന്ദ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടുന്നത് റവന്യൂ സർവീസ് ആണ് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം IPS എന്നുള്ള സ്ഥിതിക്ക് നിങ്ങൾ പോലീസ് യൂണിഫോമിൽ ഓഫീസിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? യെസ്. എന്തായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്? ശരിക്കും നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെങ്കിൽ. ഓക്കെ, ആക്ച്വലി എൻ്റെ ആ ഒരു സമയത്ത് ഒരു പ്രശ്നം പറ്റി. എനിക്കൊരു അബദ്ധം പറ്റി സത്യം പറഞ്ഞാൽ. 5 മെമ്പേഴ്സും ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മെമ്പർ എൻ്റെ അടുത്ത് താങ്ക് യു പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും തലയാട്ടി. ഒരു ഓക്വേർഡ് സൈലൻസ് അവിടെ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ പതുക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഞാൻ എണീറ്റ് ഞാൻ നടന്നു ആക്ച്വലി. അപ്പോൾ ചെയർ എന്നെ പിടിച്ചിരുത്തി. കഴിഞ്ഞിട്ടില്ല, ആൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല, അവിടെ പോയില്ലേ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ പിടിച്ചിരുത്തി. പിന്നീട് അദ്ദേഹം പിടിച്ചിരുത്തിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചത്. യൂണിഫോം ഇട്ട് ഓഫീസിൽ പോകും, പോലീസ് യൂണിഫോം ഇട്ട് ഓഫീസിൽ പോകും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോലീസ് യൂണിഫോം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ഞാനതിന് ആദ്യം പറഞ്ഞ മറുപടി ഒരു ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം പിന്നീട് രണ്ടാമത് വീണ്ടും ചോദിച്ചു, ശരി ഫുൾ യൂണിഫോം ഇടണ്ട, സ്റ്റാറും തൊപ്പിയും അതുപോലെ തന്നെ നെയിം പ്ലേറ്റും ഒക്കെ വെച്ച് കൂടെ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ചെയ്യില്ല, അത് തെറ്റാണ്, ഇറ്റ്സ് റോങ്. എൻ്റെ അടുത്ത് പിന്നെയും ചോദിച്ചു, ശരി യൂണിഫോം ഇട്ട് ഓഫീസിൽ പോകണ്ട, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, വീട്ടിൽ എപ്പോഴെങ്കിലും വൈകുന്നേരം ചായ കുടിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഇടുമോ ചോദിച്ചു. അപ്പോൾ എനിക്കവിടെ പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത് ഞാൻ ഉറങ്ങുമ്പോൾ ഇടുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു. അപ്പോൾ ബോർഡ് എല്ലാവരും പൊട്ടിച്ചിരിച്ചു, 5 പേരും ചിരിച്ചു. എന്നിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞത്. സോ ഞാൻ പിന്നീട് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ആലോചിക്കുമ്പോൾ ലൈക്ക് ആ ഒരു പിടിച്ചിരുത്തി നെർവസ് ആവാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് കോമഡി ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഐ തിങ്ക് ഇറ്റ് വർക്ക് എന്നുള്ളതാണ്. ഈ കുറേ ആസ്പിറൻസ് അവരുടെ സക്സസ്സിന് ശേഷം, റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അവരുടെ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഈ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിനെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ട് അവരുടെ ഇൻ്റർവ്യൂ മാർക്സിനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാം അല്ലേ? പ്രോബബ്ലി. ഇപ്രാവശ്യം പൊതുവെ ഇൻ്റർവ്യൂ ഹൈ സ്കോറിംഗ് ആണ്. പക്ഷേ എനിക്കും തോന്നുന്നു ഈ 190 വന്നതിൽ ഇതിനൊരു വലിയ ഈ ഒരു മൊമെൻറ്റിൽ പങ്കുണ്ട്. ഓക്കെ ഫൈൻ. അരവിന്ദ്, അതുപോലെ ഇപ്പം സൈലം IASനെ സംബന്ധിച്ച് നമ്മൾ 1 വർഷമേ ആവുന്നുള്ളൂ. കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം പുതിയൊരു പ്ലാറ്റ്ഫോം ഒരു മോക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അരവിന്ദ് ഇപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റ് ആണ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരുപാട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ പോയി മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അരവിന്ദിൻ്റെ ഒരു ട്രസ്റ്റ് സൈലം IASന് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു?
ആക്ച്വലി മെയിൻസിൻ്റെ കോള് കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കോള് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഡൽഹി പോകണം, പലരും പറഞ്ഞു ഡൽഹി പോകണം, ഡൽഹി പോയി അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞു. ആക്ച്വലി എനിക്ക് ഡൽഹി പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. കാരണം ബിക്കോസ് ഒന്നാമത് ട്രാവൽ ചെയ്യണം, ഭയങ്കര തണുപ്പാണ്, എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് സൈലത്തിൻ്റെ ഒരു ഇത് കണ്ടത്, ആഡ് കണ്ടത്, ലൈക്ക് ഡൽഹി പാനലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത്. സോ ഒരു ഡൽഹി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി സൈലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പല പ്രോഗ്രാംസും കഴിഞ്ഞ ഒരു വർഷം കണ്ടക്ട് ചെയ്തപ്പോഴും ഈ ഇൻ്റർവ്യൂ ഫേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യാത്ത എന്നാൽ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആസ്പിറൻസിന് വളരെ പ്രയോജനകരമാകും വിധത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിച്ചത്. അപ്പോൾ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആസ്പിറൻസിന് ലഭിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു എക്സാക്ട് UPSC മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ഡൽഹി ബേസ്ഡ് പാനലിനെ കൊണ്ടുവരുന്നത്. നിങ്ങളിപ്പോൾ ഒരു ആസ്പിറൻസിനെ സംബന്ധിച്ച് പ്രയോജനമായി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു ചോദ്യം കൂടി, എന്താണ് അരവിന്ദൻ്റെ ഭാവി സ്വപ്നങ്ങൾ? എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ ഇത്രയും നാൾ UPSCയിൽ കടന്ന് കളിക്കുകയായിരുന്നു. വേറെ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ നല്ലൊരു സർവീസാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എയ്തർ IPS ഓർ IRS കസ്റ്റംസ്. എങ്ങനെയായാലും യാത്രകൾ ഒരുപാട് പോകണം, ഒരുപാട് ലോകത്തിനെ അറിയണം, നമ്മൾ ബുക്കുകളിലൊക്കെ പഠിച്ച പല സ്ഥലങ്ങളെ പറ്റിയും അറിയണം, നേരിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഭാവി പരിപാടി. ബാക്കിയൊന്നും ഞാൻ പിന്നെ പ്ലാൻ ചെയ്തിട്ടില്ല, എല്ലാം ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ അരവിന്ദൻ്റെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ചെയ്യപ്പെടട്ടെ. അത് കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ സൈലം IAS ടീമിനുണ്ടാവട്ടെ എന്ന് ഞങ്ങളോട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു.